ജീവനോടെയോ കൊന്നോ കൊണ്ടുവരാം, തക്കതായ പാരിതോഷികം നൽകും. ഏതെങ്കിലും ഭീകരനായ പിടികിട്ടാപ്പുള്ളിയെക്കുറിച്ചാണ് ഇതെന്ന് കരുതാൻ വരട്ടെ. അതൊന്നുമല്ല, വില്ലൻ ഇവിടെ കൊതുകാണ് കേട്ടോ. കൊതുകിനെ കൊന്നോ പിടിച്ചോ കൊണ്ടുവരുന്നവർക്ക് പ്രതിഫലം നൽകുന്നത് ഫിലിപ്പൈൻസിലാണ്. ഡെങ്കിപ്പനിയെ നേരിടാനാണ് വേറിട്ട ഈ വഴി നോക്കുന്നത്. അഞ്ജലി ജോൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. അഞ്ജലി, നമ്മുടെ നാട്ടിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുമ്പോൾ കൊതുകടി കൊള്ളാതെ നോക്കണം, പിന്നെ വീടിന് ചുറ്റുമൊക്കെ അനാവശ്യമായി വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് വ്യത്യസ്തമായ ഒരു കാര്യമാണല്ലോ. കൊതുകിനെ പിടിച്ചോ അല്ലെങ്കിൽ കൊന്നോ കൊണ്ടുവരുന്നവർക്ക് പാരിതോഷികം നൽകുന്നു. കൊതുകിനെ പിടിക്കാൻ ഒരു ക്യാമ്പയിൻ അല്ലേ ഇത്? പെട്ടെന്ന് കേൾക്കുമ്പോൾ ആളുകൾ ആദ്യം ചിന്തിക്കുക, ഷടാ ഇത് ഏത് രാജ്യത്തായിരിക്കുമെന്നല്ലേ. പക്ഷേ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് ആശങ്കയാക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏകദേശം ഈ വർഷം തുടങ്ങിയതിന് ശേഷം 28,000 കേസുകളാണ് ഇതുവരെ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ അവർ കഴിഞ്ഞ വർഷം വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 40% കൂടിയിട്ടുണ്ട് ഡെങ്കിപ്പനി കേസുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകൾക്കും അവിടുത്തെ ഗവൺമെന്റിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ആശങ്ക തുടർന്ന് തന്നെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ക്യാമ്പയിൻ വെക്കുന്നു. ഈ പറയുന്ന പോലെ അവരുടെ ചുറ്റുമുള്ള കനാലുകൾ, അതുപോലുള്ള പബ്ലിക് പ്ലേസസ് എല്ലാം വൃത്തിയാക്കാൻ ആദ്യം അവർ പദ്ധതി ഇടുകയാണ്. അങ്ങനെ ക്ലീൻ ചെയ്തിട്ടും അധികം മാറ്റമൊന്നും കാണുന്നില്ല. അങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഇതുപോലൊരു കൊതുകിനെ പിടിക്കാനുള്ള ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ കാര്യം 5 കൊതുകുകൾ പിടിച്ചാൽ അതിൽ ഈ പറയുന്ന പോലെ ഒരു പെസമാണ് നമുക്ക് പൈസ കിട്ടുക. അപ്പോൾ ഇത് കേട്ടറിഞ്ഞ ഒരുപാട് ആളുകളാണ് ഇപ്പോൾ ടൗണിൽ ഇങ്ങനെ കൊതുകുകൾ പിടിക്കാനായിട്ട് എത്തുന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതിനെ വിമർശിച്ചും താഴെ നിരവധി കമന്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആളുകൾ പൊതുവേ ചിന്തിക്കുക, ഇങ്ങനെ പൈസ കിട്ടിയാൽ ഏത് വഴിക്കും എന്തും ചെയ്യാൻ തുനിയുന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അങ്ങനെയും ആളുകൾ ചെയ്യാന്നൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു സംശയം ആളുകൾക്ക് ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ നമ്മുടെ ഗവൺമെന്റ് പൈസ തരും എന്നുള്ളതിന് ഉറപ്പുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ ഇതിന് താഴെ നിരവധി ആൾക്കാരെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 60-65 വയസ്സുള്ള ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം 45ഓളം കൊതുകുകളുടെ ലാർവയും കൊണ്ട് ഇതുപോലെ അവിടെ സമീപിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 9 പെസോ പൈസ ലഭിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫിലിപ്പീൻ പെസോ അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടറിഞ്ഞിട്ടായിരിക്കും എന്തായാലും ആളുകളെ കൊണ്ട് തന്നെ ഇപ്പോൾ നിലത്തിറങ്ങി ഈ ഒരു സംഭവം ക്യാമ്പയിൻ ഇങ്ങനെ അവിടുത്തെ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഡെങ്കിപ്പനി നശിപ്പിക്കാനായിട്ട് അവരെല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തവളെ വരെ ഇറക്കി നോക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ലാസ്റ്റായിട്ട് ഇതുപോലെ ഒരു ക്യാമ്പയിനായിട്ട് അവിടുത്തെ ഗവൺമെന്റ് മുന്നോട്ട് വന്നിരിക്കുന്നത്.